തുടക്കക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്നൊരു മത്സ്യമാണ് ഗപ്പി. മനോഹരമായ നിറങ്ങളുള്ള ഗപ്പിയെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഗപ്പികൾക്കായി എപ്പോഴും വലിപ്പമുള്ള അക്വേറിയം തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം വെള്ളത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഈ മത്സ്യങ്ങളുടെ ജീവനെ ബാധിച്ചേക്കാം. പകൽ സമയത്ത് വെളിച്ചം അത്യാവശ്യമാണ്, എന്നാൽ 8 മണിക്കൂറിൽ കൂടുതൽ പ്രകാശം നൽകരുത്. അക്വേറിയത്തിൽ ചെറിയ കൂടുകൾ പോലെ ഒരുക്കിയാൽ മത്സ്യങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ സൗകര്യപ്രദമായിരിക്കും. ഒരു ആൺമത്സ്യത്തിന് 1-2 പെൺമത്സ്യങ്ങൾ എന്ന കണക്കിൽ വളർത്തുന്നതാണ് പ്രജനനത്തിന് ഏറ്റവും അനുയോജ്യം. ആൺമത്സ്യങ്ങളെ അപേക്ഷിച്ച് പെൺമത്സ്യങ്ങൾക്ക് വലിപ്പം കൂടുതലായിരിക്കും. ആൺമത്സ്യങ്ങൾക്കാണ് സാധാരണയായി കൂടുതൽ തിളക്കമുള്ള നിറങ്ങളും നീളമേറിയ ചിറകുകളും ഉണ്ടാകാറുള്ളത്. പെൺമത്സ്യങ്ങളുടെ വയറിൻ്റെ പിൻഭാഗത്തുള്ള കറുത്ത പാട് നോക്കിയും അവയെ എളുപ്പത്തിൽ തിരിച്ചറിയാം. ദിവസവും 2 നേരം ഭക്ഷണം നൽകുക. എത്രത്തോളം ഭക്ഷണം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി മാത്രം നൽകാൻ ശ്രദ്ധിക്കണം. 5 മിനിറ്റിനുള്ളിൽ കഴിച്ചു തീർക്കാൻ കഴിയുന്നതിലധികം തീറ്റ ഒരിക്കലും വെള്ളത്തിലിട്ട് കൊടുക്കരുത്. ഗപ്പികളുടെ പ്രജനനകാലം സാധാരണയായി 22 മുതൽ 28 ദിവസങ്ങൾക്കിടയിലായിരിക്കും. വെള്ളത്തിന് അമിതമായ തണുപ്പുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ വളർച്ച പതുക്കെയാകും. പെൺമത്സ്യങ്ങൾ 10 മുതൽ 20 ആഴ്ച പ്രായമെത്തിയാൽ പ്രജനനത്തിന് തയ്യാറാകും. ഏകദേശം 20 മാസം പ്രായമാകുന്നതുവരെ അവയ്ക്ക് കുഞ്ഞുങ്ങളെ നൽകാൻ കഴിയും. ജനിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുഞ്ഞുങ്ങൾ നീന്താനും ഭക്ഷണം കഴിക്കാനും തുടങ്ങും. എന്നാൽ പ്രജനനം നടത്തുന്ന മത്സ്യങ്ങളെ കൂട്ടത്തിൽ നിന്ന് മാറ്റാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വലിയ മത്സ്യങ്ങൾ ഇവയെ ഭക്ഷണമാക്കാൻ സാധ്യതയുണ്ട്. ഗപ്പികളെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു.